കേരള കോൺഗ്രസുകൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കടുത്തുരുത്തി. 5 തവണ MLA ആയ മോൻസ് ജോസഫും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമിയും തമ്മിലാണ് പ്രധാന പോരാട്ടം നടക്കുന്നത്. വികസനം ചർച്ചയാവുന്ന മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഇടിക്കുന്നേലും ശക്തമായ സാന്നിധ്യമാണ്. 2021 കേരള കോൺഗ്രസുകൾ തമ്മിൽ ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് കടുത്തുരുത്തി. 2016 കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായിരുന്ന മോൻസ് ജോസഫിന്റെ 47,000 പരം വോട്ടിന്റെ ലീഡ് 2021 4256 കുറയ്ക്കാൻ കേരള കോൺഗ്രസ് എമ്മിലെ സ്റ്റീഫൻ ജോർജിന് കഴിഞ്ഞു. മുൻപ് 2 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന നിർമ്മല ജിമിയെയാണ് കേരള കോൺഗ്രസ് M ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. 25 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും എടുത്തു പറയാവുന്ന ഒരു വികസനവും മണ്ഡലത്തിൽ നടപ്പാക്കാൻ മോൻസിന് കഴിഞ്ഞില്ല എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലേക്ക് വന്ന ഓരോ പ്രദേശത്തേക്കും ചെന്നപ്പോൾ ഓരോ പ്രദേശത്തുമുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ളത് ഈ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ വികസന പിന്നോക്കാവസ്ഥയെക്കുറിച്ചാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഒരു MLA സംബന്ധിച്ച് 17 വർഷങ്ങൾ ഒരു വർക്ക് പൂർത്തീകരിക്കാൻ വേണമെങ്കിൽ 5 വർഷം കൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇടതുപക്ഷ മുന്നണി ഒറ്റക്കെട്ടായി ഒരുപോലെ മുന്നോട്ട് പോകുമ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്. ഇടതു സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് മണ്ഡലത്തിൽ വികസനം നടപ്പാകാതിരുന്നത് എന്നാണ് മോൻസ് ജോസഫിന്റെ ആരോപണം. ലഭ്യമായ ഫണ്ടുകളും മറ്റ് സാധ്യതകളും പ്രയോജനപ്പെടുത്തി മണ്ഡലത്തിൽ പരമാവധി വികസനം എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളതായി മോൻസ് അവകാശപ്പെട്ടു. പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തോട് ഇടതു സർക്കാർ കാട്ടിയിട്ടുള്ള വിവേചനം കടുത്തുരുത്തിയിലും പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മോൻസ് പറഞ്ഞു. ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും ഇപ്പോൾ LDF ഉണ്ടാക്കിയിരിക്കുന്ന തടസ്സങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് UDF വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യും. ഇപ്പോൾ പാലായും വികസിക്കും, കടുത്തുരുത്തിയും വികസിക്കും. അത് UDF MLA-മാരിലൂടെ വികസിക്കും. അതിന് ഞങ്ങൾ UDF ഗവൺമെൻറ് കൂടി അധികാരത്തിൽ വരണം. ഈ ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷം നൽകി ഈ പ്രാവശ്യം ജനങ്ങൾ സഹായിക്കും. NDA-യിൽ കഴിഞ്ഞ തവണ സീറ്റ് BJP-ക്കായിരുന്നു. എന്നാൽ ഇത്തവണ സീറ്റ് BDJS-നാണ്. ഇടതു വലതു പക്ഷങ്ങൾ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ഇരുപക്ഷത്തും നിന്നിട്ടുള്ള മോൻസ് ജോസഫിന് മണ്ഡലത്തിൽ ഇതുവരെ കാര്യമായ ഒരു വികസനവും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും NDA ആരോപിക്കുന്നു. ഇടതു വലത് പക്ഷങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്ത വികസനം NDA കടുത്തുരുത്തിയിൽ നടപ്പാക്കുമെന്നും സ്ഥാനാർത്ഥി സുരേഷ് ഇടിക്കുന്നേൽ പറഞ്ഞു. ഈ 2 ദിവസം മുമ്പ് പാലായിലെ MLA മാണി സി കാപ്പൻ പറയുകയാണ് മോൻസ് ജോസിനെക്കാളും ഭേദം ഞാനാണെന്ന്. എന്നാന്ന് ചോദിച്ചാൽ അവിടെ ഒന്നും നടന്നിട്ടില്ല, എനിക്കും ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല. അപ്പം UDF-ലെ MLA തന്നെ മോൻസ് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇനി മോൻസിൻ്റെ പുറകെ പോകുന്നത്? NDA നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെത്തിച്ച് അത് കടുത്തുരുത്തി മണ്ഡലത്തിൽ എത്തിച്ച് അത് കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ 205 വാർഡുകളിലും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രതിജ്ഞ. മണ്ഡലം നിലനിർത്താൻ UDF-ഉം പിടിച്ചെടുക്കാൻ LDF-ഉം ശക്തമായ മത്സരം നടത്തുമ്പോൾ സാമുദായിക പിന്തുണയിൽ പ്രതീക്ഷയർപ്പിക്കുന്ന BDJS-ഉം ഇവിടെ കടുത്ത പോരാട്ടത്തിലാണ്. അമൃത ന്യൂസ്, കോട്ടയം.